റിയൽമി ഇന്ത്യയിൽ വന്നതിൻ്റെ 5ാം വാർഷികത്തിൻ്റെ ആഘോഷവേളയിൽ ഒരു സ്പെഷ്യൽ ബോക്സിലാണ് ഇത്തവണ റിയൽമിയുടെ ഈ സ്മാർട്ട് ഫോൺ നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. ബോക്സിനകത്ത് ഇതുപോലെ 2 പ്രോഡക്റ്റ്, അതായത് റിയൽമി 11X എന്ന് പറയുന്ന പുതിയ ഈ ഒരു സ്മാർട്ട് ഫോണും അതുപോലെ തന്നെ റിയൽമിയുടെ ഏറ്റവും പുതിയ ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് ആയിട്ടുള്ള റിയൽമി ബഡ്സ് എയർ 5 പ്രോയും. അപ്പോൾ ഇതാണ് 11X എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ ഒരു ഡിസൈൻ. ഈ ഒരു ഡിസൈനകത്ത് ഒരു വലിയ ക്യാമറ മോഡ്യൂളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോണിൻ്റെ ബോക്സിനകത്ത് ഇതുപോലെ ഇതിനോടൊപ്പം വരുന്ന ഒരു ബാക്ക് കേസ് കൊടുത്തിട്ടുണ്ട്, ഒരു ഗ്രേ സ്റ്റോണുള്ള ബാക്ക് കേസ്, അതുപോലെ സിം ഇജക്ടർ പിൻ, യൂസർ മാനുവൽ വാറന്റി കാർഡ് ഇൻഫർമേഷൻ, 33 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ, അതുപോലെ ചാർജ് ചെയ്യാനായിട്ട് ഇത്തരത്തിൽ USB Type-C ചാർജിംഗ് കേബിൾ. ഈ ക്യാമറ മോഡ്യൂളിനകത്ത് 2 ക്യാമറകളേ ഉള്ളൂ. ഇവിടെ ഒരു LED ഫ്ലാഷ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സ്പേസ് വേക്കൻ്റ് ആണ്. ഇത് ഇവിടെ ഒരു മിസ്സിംഗ് പോലെ ഫീൽ ചെയ്യുന്നു. ഈ ഒരു ഫോണിനകത്ത് നമുക്ക് BGMI HD ഹൈയിൽ മാക്സിമം സെറ്റിംഗിൽ കളിക്കാൻ പറ്റും. നമ്മൾ ഗ്രാഫിക്സ് സ്മൂത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അൾട്രാ ഫ്രെയിം റേറ്റിൽ വരെ കളിക്കാൻ പറ്റും. ഫോണിന്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ MediaTekന്റെ ഒരു പുതിയ പ്രോസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. MediaTek Dimensity 6100+ എന്ന് പറയുന്ന ഒരു പ്രോസറാണ്. ഇതൊരു 5G പ്രോസറാണ്, അതുകൊണ്ട് തന്നെ ഫോൺ 5G ആണ്. ഈ ഒരു ഫോണിനകത്ത് നമുക്ക് ഒരുപാട് ലാഗ് ഒന്നും ഇല്ലാതെ തരക്കേടില്ലാത്ത രീതിയിലുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. നമ്മൾ ഇവിടെ ഈ ഇത്തരത്തിലൊരു 6100+ എന്ന് പറയുന്ന MediaTekന്റെ പ്രോസറുമായിട്ട് ചെയ്യുന്ന ആദ്യ ഫോണാണ് ഈ ഒരു റിയൽമി 11X എന്നുള്ളത് പ്രത്യേകതയാണ്. വലിയ ഫ്രെയിം ഡ്രോപ്പോ ലാഗോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, നല്ല രീതിയിൽ തന്നെ കളിക്കാൻ പറ്റുന്നത്. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഈ ഒരു പ്രോസസർ ഇതിന് നൽകുന്ന ഒരു പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു മീഡിയം പെർഫോമൻസ് ആണ്. നമുക്ക് വന്നിരിക്കുന്നത് 8GB റാമും അതുപോലെ 128GB ഇന്റേണൽ മെമ്മറിയുമുള്ള വേരിയന്റ് ആണ്. ഇതിനകത്ത് ഇതുപോലെ 4GB വരെ എക്സ്പാൻഡബിൾ മെമ്മറിയും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്കിൽ മൊത്തത്തിൽ ഇതുപോലെ 2 ക്യാമറകളാണ് കൊടുത്തിരിക്കുന്നത്. 64 മെഗാ പിക്സലിന്റെ ഒരു പ്രൈമറി സെൻസറും 2 മെഗാ പിക്സലിന്റെ ഒരു ഡെപ്ത് സെൻസർ പേരിനും വേണ്ടി കൊടുത്തിരിക്കുന്നു. അപ്പോൾ നോ വൈഡ് ആംഗിൾ സെൻസർ, വൈഡ് ആംഗിൾ ക്യാമറ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിട്ടില്ല. ഡേ ലൈറ്റിൽ നല്ല ക്വാളിറ്റി ഉള്ള ഫോട്ടോസ് തന്നെയാണ് നൽകുന്നത്, ഒരു തർക്കമില്ല. നല്ല ഫോട്ടോസ് ഡേ ലൈറ്റിൽ നൽകുന്നു. എന്നാൽ ആർട്ടിഫിഷ്യൽ ലൈറ്റിലേക്ക് ചെല്ലുമ്പോൾ, അതായത് നമ്മൾ രാത്രി കാലത്ത് സാധാരണ ബൾബ് വെളിച്ചത്തിലേക്ക് ആ സമയത്തും വലിയ തരക്കേടില്ലാത്ത ഫോട്ടോസ് ആണ് നൽകുന്നത്. പക്ഷേ ലോ ലൈറ്റിലേക്ക് പോകുമ്പോൾ വെട്ടം വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഒരു പതർച്ച ഫോട്ടോസിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേയിലൂടെ നമ്മൾ എടുത്ത ഫോട്ടോസ് കാണുമ്പോൾ കുറച്ചുകൂടെ ഭംഗി ഫീൽ ചെയ്യും, കാരണം കുറച്ചുകൂടി ഒരു ഓവർ സാച്ചുറേറ്റഡ് ആണ് ഡിസ്പ്ലേ. എന്നിരുന്നാലും നമ്മൾ റിയൽ ഫോട്ടോസ് കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കുറച്ച് ഒരു കളറൊക്കെ ഏകദേശം ഒരു കറക്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യം, നല്ല ലൈറ്റിംഗ് കണ്ടീഷനിൽ നല്ല ഫോട്ടോസ് നൽകുന്നുണ്ട്, പക്ഷേ ലോ ലൈറ്റിൽ അല്പം പതർന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഫോണിൽ സെൽഫി എടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ സെന്റർ പഞ്ച് ഹോളിലായിട്ട് 8 മെഗാ പിക്സലിന്റെ ഒരു ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. സെൽഫിയുടെ കാര്യം പറഞ്ഞാലും സെൽഫിയും തരക്കേടില്ലാത്ത ഒരു റിസൾട്ടാണ് നൽകുന്നത്. അതും ഈ പറഞ്ഞ പോലെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സൺലൈറ്റ് ഉണ്ടെങ്കിൽ നല്ല ഫോട്ടോസ് നൽകുന്നുണ്ട്. ഓവർ സാച്ചുറേഷനോ വെളുപ്പിക്കലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. വീഡിയോ വിഭാഗത്തിലേക്ക് വരുമ്പോൾ നമുക്കിതുപോലെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത് ഫുൾ HD 30 frames per second വരെയുള്ള വീഡിയോകളും, ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാക്സിമം ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതും ഇത്തരത്തിൽ ഫുൾ HD 30 frames per second വരെയുള്ള വീഡിയോകളുമാണ്. അപ്പോൾ ഇതിനകത്ത് 4K റെസൊല്യൂഷൻ സപ്പോർട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇല്ല. പിന്നെ വീഡിയോയുടെ കേസിലേക്ക് വരുമ്പോൾ ഉള്ളൊരു പ്രധാന പ്രശ്നമായിട്ട് നോട്ടീസ് ചെയ്യുന്നത് ഈ സ്റ്റെബിലൈസേഷൻ വളരെ കുറവാണ്. ഇപ്പോൾ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് എടുക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ ഈ കാണുന്നത്. ആ ഒരു വീഡിയോയുടെ ആ ഒരു കുലുക്കം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, വളരെ സ്റ്റെബിലൈസേഷൻ കുറവാണ് ഈ ഒരു ഫോണിനകത്ത്. അതുപോലെ തന്നെ സെൽഫി വീഡിയോ എടുക്കുമ്പോഴും ഇത്തരത്തിൽ തീരെ സ്റ്റെബിലൈസേഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ വീഡിയോ ക്വാളിറ്റി കുഴപ്പമില്ല. ഫ്രണ്ട് ക്യാമറയിലും വീഡിയോ ക്വാളിറ്റി ഉണ്ട്, അതുപോലെ ബാക്ക് ക്യാമറയ്ക്കും വീഡിയോ ക്വാളിറ്റി ഉണ്ട്. സ്റ്റെബിലൈസേഷൻ്റെ ഒരു കുറവാണ് വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഇവിടെ പറയേണ്ടായി, നമ്മൾ OnePlusന്റെ അടുത്തിടെ വന്ന OnePlus 11, OnePlus 11R കണ്ട അത്തരത്തിലുള്ള ഒരു വലിയ ക്യാമറ മൊഡ്യൂളാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് റിയൽമി നൽകിയിരിക്കുന്നത്. ഓർക്ക് റിയൽമി 11 സീരീസിൽ ഇതുവരെ റിയൽമി 2 സ്മാർട്ട് ഫോണുകളാണ് പുറത്തിറക്കിയത്, റിയൽമി 11 Pro Plusഉം റിയൽമി 11 Proയും. ആ ഫോണുകളുടെ ഒരു പിൻഗാമി എന്ന നിലയിലാണ് ഇപ്പോൾ ഇവിടെ റിയൽമി ഈ ഒരു 11X എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിനെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഇവിടെ ഇതുപോലെ റിയൽമി എന്ന് പറയുന്ന ബാഡ്ജിങ് കാണാം. ഈ ഒരു സൈഡ് പ്രൊഫൈലുകൾ എന്ന് പറയുന്നത് വളരെ ഫ്ലാറ്റ് ആണ്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇതുപോലെ 3.5mm ഓഡിയോ ജാക്ക് ഉണ്ട്, മൈക്രോഫോൺ കൊടുത്തിട്ടുണ്ട്, USB Type-C ചാർജിംഗ് പോർട്ട്, സ്പീക്കർ ഗ്രിൽ ഇവിടെ കാണാം. വലത് സൈഡിലേക്ക് വരുമ്പോൾ ഇതുപോലെ വോളിയം റോക്കേസും പവർ ബട്ടൺ കാണാം. മുകളിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് കൊടുത്തിട്ടുണ്ട്. ഇടത് സൈഡിലായിട്ടാണ് ഇതിന്റെ ഒരു സിം ട്രേ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സിം ട്രേയെ കുറിച്ച് പറഞ്ഞാൽ, ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നമ്മൾ ഇനിഷ്യൽ സെറ്റപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു ഫോണിനകത്ത് സിം കാർഡ് ഇട്ടിട്ട് വേണം ഇനിഷ്യൽ സെറ്റപ്പ് ചെയ്യാൻ. അങ്ങനെ ഒരു രീതി കണ്ടു. അടുത്തിടെ നത്തിങ് ഫോൺ 2-നകത്ത് നമ്മൾ ഇതേ കാര്യം കണ്ടു. ഫോണിൽ സിം ഇടാതെ ഇനിഷ്യൽ സെറ്റപ്പ് ചെയ്യാനേ സാധിക്കില്ല. അത്തരം ഒരു സെറ്റപ്പ് രീതിയാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഫോണിനകത്ത് ഇത്തരത്തിൽ ഡെഡിക്കേറ്റഡ് ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. ഒരേ സമയം 2 നാനോ സിം കാർഡുകളും ഒരു മെമ്മറി കാർഡ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് അതുകൊണ്ട് തന്നെയും ഒരുമിച്ച്
ഒരുമിച്ച് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഡിസൈൻ വൈസ് കൊള്ളാം, ബോക്സി ഡിസൈൻ ആണ്. ഈ ഒരു സൈഡ് ഇത്തരത്തിൽ ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ബോക്സി ഡിസൈൻ ആണ് സ്മാർട്ട് ഫോണിന് കൊടുത്തിരിക്കുന്നത്. 7.89 ഇഞ്ചാണ് ഇതിൻ്റെ ഒരു തിക്നെസ്. അതുപോലെ വെയിറ്റ് വന്നിട്ട് 190 ഗ്രാം ഭാരമേ ഉള്ളൂ. അണ്ടർ 200 ഗ്രാം വെയിറ്റ്, കുഴപ്പമില്ല. ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഇൻ ഹാൻഡ് ഫീൽ നൽകുന്ന ഒരു ഫോൺ തന്നെയാണ്. ഡിസൈൻ വൈസ് ഓക്കെയാണ്, കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ഈ ക്യാമറ മൊഡ്യൂൾ ഇപ്പോഴും ഈ ഒരു ഭാഗത്തിന് ഒരു ചന്തക്കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ സെൻറ്റർ പഞ്ച് ഹോൾ ആയിട്ടാണ് ഇതിൻ്റെ സെൽഫി ക്യാമറ കൊടുത്തിരിക്കുന്നത്. ഈ രണ്ട് വശങ്ങളിലുള്ള ആ ബെസലുകൾ എന്ന് പറയുന്നത് ഓക്കെയാണ്. പക്ഷേ മുകളിലും താഴെയും ഈ പറയുന്ന ചിഹ്നം അറിയപ്പെടുന്ന ഭാഗവും ഒരു അല്പം ഒരു ആവറേജ് സൈസാണ്. ഒരുപാട് തിന്നൊന്നും അല്ല. അതുപോലെ മുകൾ ഭാഗവും ഒരുപാട് തിന്നൊന്നും അല്ല എന്നുള്ളത് ഓർമ്മിക്കട്ടെ. ഡിസ്പ്ലേയുടെ ഒരു ക്വാളിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തരക്കേടില്ലാത്ത ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വ്യൂയിങ് ആംഗിളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ വിഷയങ്ങളൊന്നും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തില്ല. ഓക്കെ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഹയർ റിഫ്രഷ് റേറ്റ് ആയിട്ടുള്ള 120 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 120 ഹെഡ്സ് റിഫ്രഷ് റേറ്റ് വരുന്നത് കൊണ്ട് തന്നെ ഗെയിമിങ്ങിന് കുറച്ചുകൂടി നല്ലൊരു ബെറ്റർ റെസ്പോൺസ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ നൽകും. മാത്രമല്ല 240 ഹെഡ്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസിനെ കുറിച്ച് പറഞ്ഞാൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. 680 നിറ്റ്സ് ആണ് ഇതിന്റെ മാക്സിമം പീക്ക് ബ്രൈറ്റ്നസ്. അപ്പോൾ ഔട്ട്ഡോർ വിസിബിലിറ്റി ഒന്നും വലിയ വിഷയങ്ങളൊന്നും ഈ ഒരു സ്മാർട്ട് ഫോൺ വരുത്തില്ല. ഫോണിന്റെ ബാറ്ററി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 5000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് പവർ നൽകുന്നത്. അത് ചാർജ് ചെയ്യുന്നതിന് വേണ്ടി 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ഫോണിന്റെ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. USB Type-C ചാർജിംഗ് പോർട്ടാണ് സ്മാർട്ട് ഫോണിനകത്ത് ഇതുപോലെ നൽകിയിരിക്കുന്നത്. അതുപോലെ വെറും 29 മിനിറ്റിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ 50% ചാർജ് ചെയ്യാൻ സാധിക്കുമെന്നാണ് റിയൽമി അവകാശപ്പെടുന്നത്. ഇനി ഇതിന്റെ ഒരു സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നിരവധി ബ്ലോട്ട്വെയർസുകൾ ഈ ഒരു അടുത്ത കാലത്ത് റിയൽമിയുടെ പല ഫോണുകളിലും കണ്ട എല്ലാ ബ്ലോട്ട്വെയർ ആപ്പുകളും ഇതിനകത്തും കാണാം. ഒരുപാട് ബ്ലോട്ട്വെയർസുകൾ സാധാരണ ഫോണുകളിൽ നിന്നുള്ളതിനേക്കാൾ കൂടുതൽ ബ്ലോട്ട്വെയർസുകൾ കാണാം. ഒരുപാട് ഗെയിമൊക്കെ ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് കയറി വരുന്നു. ജോഷ്, ഡെയിലി ഹണ്ട്, നിരവധി ഇതേ കണ്ടില്ല. ഈവൻ ക്യാൻഡി ക്രഷ് സാഗ എന്ന് പറയുന്ന ആപ്പ് പോലും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ നമ്മൾ മെനക്കെടേണ്ടത് ഇതിനകത്ത് ആൾറെഡി ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതാ ഇവിടെ കണ്ടില്ലേ, റെക്കമെൻഡേഷൻസ് ഒരുപാട് വരുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഫോണിൻ്റെ ഇനിഷ്യൽ സെറ്റപ്പ് ചെയ്യുമ്പോൾ തന്നെ കുറേ ആപ്ലിക്കേഷൻ്റെ സജഷൻസ് വരുന്നുണ്ട്. റിയൽമി അത് കഴിഞ്ഞ കുറേ ഫോണുകളിൽ ഈവൻ റിയൽമിയുടെ ഇതിൻ്റെ ഹയർ ഓപ്ഷൻസ് ആയിട്ടുള്ള റിയൽമി 11 Pro പ്ലസിലും പ്രോയിൽ പോലും ഈ ആപ്പുകൾ ഒഴിവാക്കിയിരുന്നില്ല. ഒരുപാട് തരത്തിൽ ബ്ലോട്ട്വെയർസുകളുമായിട്ടാണ് വന്നത്. അപ്പോൾ ഇവരുടെ യൂസർ ഇന്റർഫേസ് ഇപ്പോൾ ഈ പറഞ്ഞ ഒരുപാട് ബ്ലോട്ട്വെയർസുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ അത്തരം ആപ്ലിക്കേഷൻ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് അൺഇൻസ്റ്റാൾ ചെയ്യാം. ഒരു അല്പസമയം നമ്മളൊന്ന് ഇരുന്ന് ഇതിൻ്റെ ഇനിഷ്യൽ സെറ്റപ്പ് ചെയ്യുന്ന സമയത്തൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം ആപ്ലിക്കേഷനുകൾ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡർ തന്നെയുണ്ട്. നിരവധി ആപ്ലിക്കേഷൻസ് ഹോട്ട് ഗെയിംസ് ആയിട്ട് വരുന്നു, ഹോട്ട് ആപ്സ് ആയിട്ടും ഒക്കെ ആ ഫോൾഡറിനകത്തുണ്ട്. അതൊക്കെ നമ്മൾ ലോങ് പ്രസ് ചെയ്ത് നമ്മൾ ഒഴിവാക്കി, ആ ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസും അതിൻ്റെ സെറ്റിംഗ്സ് കയറി ഒഴിവാക്കി അത് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു 5 മിനിറ്റ് നമ്മൾ ഇതിനകത്തൊന്ന് ഇരിക്കുകയെങ്കിൽ ഈ അനാവശ്യ ആപ്പെല്ലാം എടുത്ത് കളഞ്ഞാൽ ഇത് ഓക്കെയാണ്. അതർവൈസ് ഒരുപാട് ജങ്ക് ആപ്പ് ഇതിനകത്തുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഒരു യൂസർ ഇൻ്റർഫേസിൽ ഒരു ചെറിയ നെഗറ്റീവായിട്ട് പറയേണ്ടിയിരിക്കുന്നു. ആൻഡ്രോയിഡ് 13 അധിഷ്ഠിതമായി റിയൽമിയുടെ യൂസർ ഇൻ്റർഫേസ് അല്ല റിയൽമി UI 4 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. മോണോ സ്പീക്കറാണ്, ബോട്ടം ഫയറിംഗിലാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പീക്കർ നൽകിയിരിക്കുന്നത്. ഭയങ്കര വോളിയം ഒന്നുമില്ല, മീഡിയം വോളിയം. ഒരുപാട് വോളിയം പ്രതീക്ഷിക്കേണ്ട, ക്വാളിറ്റിയും ഓക്കെ, ഭയങ്കര സംഭവമൊന്നും പറയാനില്ല. മോണോ സ്പീക്കർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു സ്റ്റീരിയോ സ്പീക്കർ കൂടെ കൊടുക്കാമായിരുന്നു ഒരു അഭിപ്രായം എനിക്കുണ്ട്. എന്തായാലും ഓക്കെ ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റി. അതുപോലെ ഫോണിൻ്റെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ ക്വാളിറ്റി തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഈ സെൻറ്റർ പഞ്ച് ഹോളിൻ്റെ സൈസൊക്കെ വളരെ ചെറുതാണ്. ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ്, ഒരുവിധം തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ തന്നെയാണ് എന്തായാലും ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. വ്യൂയിങ് ആംഗിളിലൊന്നും വലിയ തിരക്കേടൊന്നും ഇല്ല ഈ ഒരു സ്മാർട്ട് ഫോണിൽ. മനോഹരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി. സൗണ്ട് ക്വാളിറ്റി ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ആകാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോൾ റിയൽമി നേരത്തെ പുറത്തിറക്കിയ റിയൽമി 11 Pro അതിൻ്റെ വില 24,000 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതുപോലെ Pro Plus 27,000 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ എന്തായാലും ആ പ്രൈസിൽ താഴ്ന്നു നിൽക്കും. ഇതെനിക്ക് തോന്നുന്നൊരു 19,999 ആകാനുള്ളൊരു സാധ്യതയുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വില. അത് അതിൽ നിന്നും താരാൻ, ചിലപ്പോൾ അതിൽ നിന്ന് കൂടാൻ. എൻ്റെ ഒരു ഗസ്സിങ് ആണ് ഞാൻ പറഞ്ഞത്. കൃത്യമായിട്ട് വില ഇപ്പോൾ അറിയത്തില്ല. അപ്പോൾ വില അറിഞ്ഞാലേ കൃത്യമായിട്ട് ഈ ഒരു ഫോണിനെ കുറിച്ച് ഇതിൻ്റെ ഒരു അഭിപ്രായം എന്തെന്ന് എനിക്ക് പറയാൻ പറ്റും. നിലവിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ഓക്കെ ആണ് എന്ന് വേണം പറയാൻ. ഒരു മീഡിയം സ്മാർട്ട് ഫോൺ എന്ന് വേണം ഇതിനെ ഇപ്പോൾ നമുക്ക് വിലയിരുത്താൻ. ഒരു ഭയങ്കര സംഭവമല്ല, എന്നാൽ ഒട്ടും താത്ത് കാണാനും സാധിക്കാത്തൊരു സ്മാർട്ട് ഫോൺ. അതാണ് റിയൽമി 11X. അപ്പോൾ നാളെ ഈ ഒരു ഫോണിനോടൊപ്പം തന്നെ ഇറങ്ങിയിട്ടുള്ള റിയൽമി 11 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ കൂടിയുണ്ട്. ഇതിൻ്റെ കുറച്ചുകൂടെ ചേട്ടനായിട്ട് വരും ആ ഒരു സ്മാർട്ട് ഫോൺ. അതിൻ്റെ വീഡിയോ നമ്മൾ നാളെ തന്നെ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുടരുക. അപ്പോൾ ആ ഒരു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യും.